കേരളത്തിലെ ജനങ്ങൾ ഈ 10 വർഷം, ഇപ്പൊ 9.5 കഴിഞ്ഞു, 10 വർഷം 11 തന്നെ നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. ഈ 10 വർഷം കൊണ്ട് അനുഭവിച്ച് മദ്യായിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരെ ഒന്ന് ഇറക്കി വിട്ടിട്ട് UDF-നെ ഒന്ന് അധികാരത്തിൽ എത്തിക്കണം എന്നാണ് ഒരു ഭൂരിപക്ഷം കേരളത്തിലുള്ള ആൾക്കാരുടെയും ഒരു ആഗ്രഹം എന്നാണ് നമുക്ക് ഒരു പൊതുവെയുള്ള ഒരു ട്രെൻഡിങ് വെച്ച് മനസ്സിലാക്കുന്നത്. പുറത്തു വന്ന പല സർവേകളും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം VD സതീശൻ നടത്തുന്ന പുതുയുഗ യാത്ര, അതിൽ വൻപൻ ജനപങ്കാളിത്തമാണ്. ഭയങ്കര എന്ത് പറയാൻ, അത് കണ്ടാൽ UDF തന്നെയാണ് അധികാരത്തിലെത്തും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ യാത്ര. അവർ പോലും, അതായത് കോൺഗ്രസ്സുകാർ പോലും ഞെട്ടിപ്പോവുകയാണ് ഈ തിരക്ക് കണ്ടിട്ട്. അപ്പോ കഴിഞ്ഞ ദിവസം അവിടെ ഒരു യാത്രയ്ക്കിടയിലുള്ള ഒരു ഫംഗ്ഷനിലെ ഒരു 2 ഫോട്ടോ ഇവർ CPM-കാർ ഷെയർ ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റേജിൽ, കാരണം പണ്ടൊക്കെ ഈ സ്റ്റേജിൽ നേതാക്കന്മാരുടെ ആധിക്യം കാരണം സ്റ്റേജ് പൊളിഞ്ഞു വീഴുന്ന സംഭവങ്ങളൊക്കെ ഈ കോൺഗ്രസിന്റെ ചരിത്രത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വീണ്ടും കോൺഗ്രസിനെതിരെ ഒരു പ്രചരണം ഇപ്പോൾ ഇവിടെ സജീവമായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഫോട്ടോയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അതായത് കോൺഗ്രസിൽ വീണ്ടും തമ്മിൽ തല്ലുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായിട്ടും വീണ്ടും കൈവിടും. കാരണം അവർ ആഗ്രഹിക്കുന്നത് ഒറ്റക്കെട്ടായുള്ള ഒരു ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ആ ഐക്യത്തോടെ കാണണം. ആ പേര് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ളത് അത്രയും ഐക്യമുണ്ടെങ്കിൽ മാത്രമേ ഇനി ഐക്യ ജനാധിപത്യ മുന്നണി ഉള്ളൂ. അതായത് കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് UDF ഇത്രയും നല്ല വിജയം കൈവരിച്ചത്? അവിടെ യാതൊരു തർക്കങ്ങളോ പടലപ്പിണക്കളോ ഒന്നും തന്നെ പ്രകടമായിട്ടുണ്ടായിരുന്നില്ല. കാണുമ്പോൾ തന്നെ കോൺഗ്രസിൽ ആ ഒരു ഐക്യത്തോടെയുള്ള ഈ ഒരു കോൺഗ്രസ്, അതായത് ഈ കേരളത്തിലെ കോൺഗ്രസ് മനസ്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സ് എന്നും ഒരു കോൺഗ്രസിനൊപ്പമാണ്. അപ്പൊ അത് പക്ഷെ കോൺഗ്രസിൽ തമ്മിലടി എന്ന് കേൾക്കുമ്പോഴാണ് അതിന്റെ അകത്ത് അത് മനസ്സിലാക്കാതെ പോയത് കോൺഗ്രസ്സുകാർ മാത്രം. എന്തൊക്കെ വന്നാലും ശരി, അവർ ആ പരസ്പര ഈഗോ അതെല്ലാം മറന്നിപ്പം. കാരണം കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടമായിരുന്നു ഒറ്റക്കെട്ടായിട്ട് ടീം UDF എന്ന ഒരു ഐക്യം അതിൽ പ്രകടമായിരുന്നത് കൊണ്ട് തന്നെയാണ് വോട്ട് തനിയേ ഇങ്ങ് വരും. കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്യണ്ട, പ്രചരണം പോലും നടത്തണ്ട. പുറമേ ആൾക്കാർക്ക് തോന്നിയാ മതി ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒറ്റക്കെട്ടാണ്, കോൺഗ്രസിൽ ഒരു പ്രശ്നവും ഇല്ല, UDF ഒറ്റക്കെട്ടാണ് എന്ന് തോന്നിയാൽ മാത്രം മതി, അവർ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ പ്രചരിക്കുന്ന ഫോട്ടോകൾ അവർ വ്യാജ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എങ്കിൽ അതിനെതിരെ കോൺഗ്രസ് അലേർട്ട് ആവേണ്ടതുണ്ട്. കാരണം അബദ്ധത്തിൽ പോലും ഇവരുടെ, അതായത് കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും ഇങ്ങനെ ഒരു പടലപ്പിണക്കങ്ങൾ ഉണ്ടെന്നോ തമ്മിൽ ഒരു തർക്കമോ എന്തോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കരുത്. അങ്ങനെ അഥവാ ചിത്രങ്ങൾ പ്രചരിക്കുന്നില്ല, അതിനെ അവർ അതിജീവിക്കണം. അതല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണ്ട, ജനങ്ങൾ നിങ്ങളെ കൈവിടുമെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഐക്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ നാട്ടിലെ ജനങ്ങൾ നിന്ന് കൊടുത്താൽ മതി, ജയിപ്പിക്കും. പാട്ടും പാടി നിങ്ങൾക്ക് ജയിക്കാമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, പാട്ടും പാടി തന്നെ ജയിക്കാം. പക്ഷെ അത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഒന്ന് അലേർട്ട് ആവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ചേച്ചി, അതിന്റെ അകത്ത് ഇപ്പൊ പുതുയുഗ യാത്ര കേരളം വിചാരിച്ച, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം വിചാരിച്ചതാണ് കാര്യമില്ല, വലിയ സ്വീകാര്യത കിട്ടി. അത് ഈ പറയുന്ന പോലെ നിഷ്പക്ഷരെല്ലാം കോൺഗ്രസിനൊപ്പമാണ്, UDF-നൊപ്പമാണ്. ഇപ്പൊ കേരളത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ്. ഇനി എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന് 2 മാസം, ഏകദേശം 2 മാസമേ ഉള്ളൂ. ഈ 2 മാസം കൊണ്ട് ഈ ഒരു ട്രെൻഡിനെ മാറ്റിമറിക്കാനൊന്നും സർക്കാരിനോ LDF-നോ കഴിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ അത്രത്തോളം കോൺഗ്രസിനെ വെട്ടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം വരണം. പഴയ സോളാർ വന്നാൽ നിലനിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വന്ന പോലെ ആ വിഷയത്തിനെ കോൺഗ്രസ് വേരോടെ പിഴുത് കളഞ്ഞു. അത്തരം വിഷയങ്ങളൊന്നും വന്നാൽ കോൺഗ്രസിന് ഇല്ലാതാക്കാൻ കഴിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ സാധാരണഗതിയിൽ എപ്പോഴും കോൺഗ്രസിനെ അടിക്കാൻ പറ്റുന്ന ഒരു വടി എന്ന് പറയുന്നത് പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് ഒരു പരിധി വരെ പരിഹരിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ കഴിവ്, ഈ നിലവിൽ അത് കോൺഗ്രസിന്റെ കഴിവ് തന്നെയാണ്. കാര്യം ഇത്രയും പടലപ്പിണക്കങ്ങളുള്ള ഒരു പാർട്ടി ഒരു ഐക്യത്തോടെ ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയാണ് മുന്നോട്ട് വന്നത്. ഈ പറയുന്ന പോലെ പുതുയുഗ യാത്രയിലെ കാര്യങ്ങളാണ്, 2 ചിത്രങ്ങളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതിന്റെ അകത്ത് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഒരു പരിപാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഷാഫി പറമ്പിലുള്ള ഒരു പരിപാടിയാണ്. VD സതീശന്റെ പുതുയുഗ യാത്ര എത്തുമ്പോൾ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോവുകയും, ഷാഫി പോകുമ്പോൾ വരൂ എന്ന് പറഞ്ഞ് വലിക്കുകയും അത് പിന്നീട് ഒരു ഒന്നും തള്ളും. അതാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പാർട്ടി പറയുന്ന ഒരു ന്യായീകരണം ഷാഫി പിന്നീട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, സമയം ഒരുപാട് കഴിഞ്ഞു,
ജനങ്ങൾ ഒരുപാട് പേർ കാത്തു നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് അടുത്തൊരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്തേക്ക് പര്യടനം പോകണം. 2 മണിക്കൂർ ലേറ്റ് ആകുമ്പോൾ അവിടെ അത്രയും ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് അങ്ങ് സംസാരിക്കട്ടെ, ഈ യാത്രയുടെ നായകൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവാണല്ലോ, അദ്ദേഹം സംസാരിക്കട്ടെ, ഞാൻ സംസാരിച്ച് സമയം കളയണ്ട എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. അതേ കാര്യം തന്നെ അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. ജനങ്ങൾ എത്ര സമയമാണ് അവരെ നമ്മൾ കാത്തു നിർത്തി മുഷിപ്പിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന്. അത് അങ്ങനെയാണ് എങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ മറിച്ച് പാർട്ടിക്കകത്ത് ഒരു പ്രശ്നമാണ് എങ്കിൽ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. അതിൻ്റെ അകത്ത് എനിക്ക് മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ CPM എനിക്ക് തോന്നുന്നു റഹീമിന്റെ ഒക്കെ പോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു, ഉന്തും തള്ളും പഴയ വീഡിയോകളൊക്കെ എടുത്തിട്ട് പഴയ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എടുത്തിട്ട് ടാഗ് ചെയ്തു. പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ആ യാത്രയെ ബാധിച്ചില്ല എന്നുള്ള കാര്യം, അത് കോൺഗ്രസിന് കിട്ടുന്ന ഒരു പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന്. ഈ ഉന്തും തള്ളും വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചേച്ചി ശ്രദ്ധിച്ചാൽ മതി, സാധാരണ നോർമൽ കേസിലാണെങ്കിലും അതിനിടയിൽ വരുന്ന കമന്റുകളൊക്കെ എങ്ങനെ കോൺഗ്രസ് വണ്ടേ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു 100 കമന്റ് ഉണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെ വലിയ കമന്റുകളില്ല. കാര്യം സാധാരണക്കാരുടെ നിഷ്പക്ഷരെല്ലാം എങ്ങനെയെങ്കിലും ഈ സത്യം പറഞ്ഞാല് ഇവന്മാരൊന്ന് അടിയുണ്ടാക്കാതിരിക്കുകയാണ് അല്ലെ, ഇവന്മാരൊന്ന് അടിയുണ്ടാക്കാതിരുന്നാൽ ഇവന്മാരെങ്ങ് ജയിപ്പിക്കാം എന്ന മനസ്സാണ് ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്. അതുപോലെ ഇന്നലെയാണെന്ന് തോന്നുന്നു പുതിയ യാത്രയിൽ VD സതീശൻ വരുമ്പോ അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ VD സതീശൻ പറയുന്നത് കുറച്ച് എന്താണ് ദേഷ്യമല്ല, ഒരു ഭയങ്കര കൂളായിട്ടല്ല പറയുന്നത്, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പൊ അതാണ് പിന്നീട് ഒരു ഫോട്ടോ എടുത്ത് വലുതായിട്ട് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ചേച്ചി അതിന്റെ തെറ്റെന്താണ്? ഞാൻ ആ കാര്യത്തിൽ VD സതീശനൊപ്പമാണ്. ഈ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ ആരും ഒരു പുല്ലും കേൾക്കാൻ പോകുന്നില്ല. അപ്പൊ അതിനേക്കാൾ നല്ലത്, പക്ഷെ ആ മുഖത്തൊരു അത്ര കംഫർട്ട് അല്ല ആള് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര യാത്ര ചെയ്ത് വരുന്ന ആളല്ലേ, അപ്പൊ എപ്പോഴും ചിരിച്ചോണ്ടിരുന്ന് പറയാൻ. മറ്റൊരു കാര്യമുണ്ട് ചേച്ചി, ഈ പുതിയുഗ യാത്രയിൽ നല്ല തിരക്കുണ്ട്. ഒന്നാമത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടില്ല. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഈ കിട്ടുന്ന തിരക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും സ്നേഹം കൊണ്ടാണ് പ്രവർത്തകർ നമ്മളെ തോളിലേറ്റുന്നത്. പക്ഷെ തോളിലേറുന്ന ആൾ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. പക്ഷെ അതവർക്ക് പറയാൻ കഴിയുന്നില്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇതേ തിരക്ക്. അവർ ഈ യാത്രയ്ക്കപ്പുറം അവർക്ക് കുറെ കാര്യങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്ലാനിങ്. ഇതിന്റെ ഇടയിൽ ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകും. കാണുന്ന എല്ലാവരോടും ചിരിക്കാൻ പറ്റണം എന്നില്ല. പക്ഷെ മുഖ്യമന്ത്രിയെ പോലെ ധാർഷ്ട്യം പുറത്തെടുക്കാതിരുന്നാൽ മതി. അല്ല, മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ അത് വേറെ ലെവലാണ്, വേറുള്ളവർക്ക് വരുമ്പോൾ അത് വേറെയാണ്. അപ്പൊ അത്തരം കാര്യമില്ല. പക്ഷെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കോൺഗ്രസിന്റെ സമയം എന്ന് പറയുന്നത് അടിപൊളി സമയമാണ് ഇപ്പോ. കാര്യം എല്ലാം അനുകൂലമാണ്. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനൊപ്പമാണ്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കുക. സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ അറിയാതെ ഉള്ളൂ, കോൺഗ്രസിലെ നിഷ്പക്ഷരും കേരളത്തിലെ നിഷ്പക്ഷരും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും കോൺഗ്രസിനൊപ്പമാണ്. അത് നമ്മൾ കറക്റ്റ് പറഞ്ഞാല് തീരദേശം എടുക്കണം. തീരദേശത്ത് ചേച്ചി പോയിട്ട് ഈ അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ചോദിക്കണം നിങ്ങൾ ഏത് പാർട്ടിക്കാരിയാണ്. അപ്പൊ പറയാം എനിക്ക് പാർട്ടിയൊന്നുമില്ല. ആർക്ക് വോട്ട് ചെയ്യും? കോൺഗ്രസിന്. എന്താണ് കാരണം? സ്വാതന്ത്ര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ആ തീരദേശ ഏരിയയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞത് അതാണ്, നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നത് നമ്മുടെ കോൺഗ്രസ് അല്ലേ, അപ്പൊ നമ്മൾ കോൺഗ്രസിനല്ലേ വോട്ട് കൊടുക്കാൻ. അതിനകത്ത് വേറെ കാര്യം കൊണ്ടുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ച് ഞാൻ PG ചെയ്യുന്ന സമയത്ത്, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളും ഇതുപോലെ ഇതിനു വേണ്ടി ഫീൽഡിന് വേണ്ടി പോലെ, അപ്പൊ നമ്മളിങ്ങനെ മാറ്റി കുത്തുവോ, കോൺഗ്രസ് അല്ലല്ലോ BJP അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോ അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് തിരിയുമ്പോഴും നമ്മുടെ കൈപ്പത്തിയിലെത്തി നിൽക്കും എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. അത് മനസ്സിലാക്കി ഐക്യത്തോടെ പോയാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പുഷ്പം പോലെ കയ്യിൽ കിട്ടും. പക്ഷെ അത് ആരുകൂടി വിചാരിക്കണം? കോൺഗ്രസ് തന്നെ വിചാരിക്കണം. അപ്പോ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അത് സത്യം അതിപ്പം കോൺഗ്രസിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഏകദേശ ധാരണ പാർട്ടിക്കുള്ളിലുണ്ട്. അതവർ പുറത്തു വിടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏകദേശം എല്ലാ ഇപ്പൊ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മുഖ്യമന്ത്രി. ബാക്കി എനിക്ക് തോന്നുന്നു പാർട്ടിക്കകത്ത് അറിയായിരിക്കുമല്ലോ, പാർട്ടിക്കകത്ത് അത്തരം ചർച്ചകൾ നടക്കും. അതൊന്നും പൊതുമധ്യത്തിലേക്ക് എടുത്തു വെക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് പടലപ്പണക്കമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിച്ചു. ഒരു സർവേയുടെ ആവശ്യമില്ല.